വെറും 10,000 രൂപ ചെലവിൽ ഇത്രയും വലിയ ഒരു അലമാര നിങ്ങൾക്കുണ്ടാക്കാം. അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ കാര്യങ്ങൾ ഞാൻ പറയാം. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഉണ്ടാക്കേണ്ട രൂപം, അതിന്റെ ഈ ലാഭിക്കാനുള്ള മാർഗവും അത് ഉണ്ടാക്കുന്നത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം. നമുക്കിപ്പോൾ തൽക്കാലം ഈ അലമാരയും ഇതേപോലത്തെ ഒരു അലമാര ഇതിന്റെ നേരെ അപ്പുറത്ത്, ഈ ചുമരിന്റെ നേരെ അപ്പുറത്തെ സൈഡിലുണ്ട്. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 7 അടി ഉയരമുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വീതി എന്ന് പറയുന്നത് 6 അടി വീതിയുണ്ട്. ഇതിന്റെ ഉള്ളില് ഇത്ര വലിയ 2 അറകളുള്ളത്, ഇവിടെ 3 വലിപ്പ്, അതേപോലെ തന്നെ ഇവിടെ 2 അറകള്, ഇതിന്റെ ഉള്ളില് ഇങ്ങനത്തെ 2 അറകൾ, അങ്ങനെ ഇത് കൊടുക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ഡോറ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ സാധാരണ നമ്മളെ ചുമരിലൊക്കെ വെക്കുന്ന സിമെന്റിന്റെ അലമാരയാണ്. അതിൽ നമ്മൾ ഈ ഡോർ ഇങ്ങനെ ചെയ്തിട്ട് സെറ്റ് ചെയ്തു. ഇവിടെ ഇങ്ങനെ ഒരു ഒഴിവിട്ടിട്ടുള്ളത്, ഇവിടെ നമുക്ക് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാന്നുള്ള കണ്ടീഷനിലാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇത്ര സ്പേസ് കിട്ടും, സാധനങ്ങൾ വെച്ച് എഴുതാനും അതുപോലെ തന്നെ നമ്മളെ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെറിയ പ്ലാന്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പേസ് ഇട്ടതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ബോർഡാണ്. അത് 10,000 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞ ബോർഡല്ല. ഏകദേശം ഒരു ബോർഡിന് 8-4 ഒരു ബോർഡിന് 2,300 രൂപന്റെ അടുത്ത് വരും. അപ്പോൾ ക്വാളിറ്റിയിൽ നല്ല ഇതാണ്. അതുപോലെ തന്നെ ഇതിന്റെ സോഫ്റ്റ് ലാൻഡിന്റെ ഇതും നല്ല വില കൂടിയ സാധനമാണ്. അപ്പൊ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വിലയുള്ള സാധനങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ പിടി സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടും ഏറ്റവും നല്ല സാധനങ്ങൾ ചെയ്തിട്ടും നമുക്ക് 10,000 രൂപയിൽ താഴെ നമുക്ക് ഇതിന് പൈസ ആയിട്ടുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി നേരെ അപ്പുറത്ത്, ഇതിന്റെ നേരെ ഈ ചുമരിന്റെ നേരെ അപ്പുറത്തെ സൈഡിലൊരു ഇതുണ്ട്, അത് നമുക്കൊന്ന് കാണാം. ഇതും അതേപോലെ തന്നെയുള്ള സെയിം ബോർഡാണ്. ഇവിടെ 2 അലമാര, ഇവിടെ ഉള്ളിൽ അറകളൊക്കെ ഒന്നുകൂടി സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ 1, ഇവിടെയും 1, ഇങ്ങനെ 2 അലമാര കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ടാണുള്ളത്. പിന്നെ ഇതിന്റെ സ്പേസ് അടിയിൽ നമ്മൾ സ്പേസ് ഒഴിവാക്കിയിട്ടുണ്ട്. വെച്ചാൽ നമുക്ക് ചെരുപ്പോ കാര്യങ്ങളൊക്കെ വെക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ബോർഡാകുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം നനഞ്ഞാൽ ചീർക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ സാധനം ചീർക്കൂല. ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അതാണ് മഴയത്തിട്ടിരുന്ന ഒരു കഷ്ണം എടുത്തിട്ട് ചീർക്കുന്നുണ്ട്, പക്ഷെ വല്ലാതെ ലോക്കൽ ബോർഡ് ചീർക്കുന്നത് പോലെ ഈ ബോർഡ് ചീർക്കൂല. അതായത് ഇങ്ങനെ വീർത്ത് വരൂല. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ അതിന്റെ അടിയിലൊക്കെ നമുക്ക് പിന്നെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിക്കുകയും തുടക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊരു ആശാരി ഒന്നല്ല, പക്ഷെ നമുക്കുണ്ട് കഴിയുന്നത് പോലെ ചെയ്തു നോക്കിയിട്ടുള്ളത്. ഇതും ഞാൻ ഉണ്ടാക്കിയൊരു കട്ടിലാണ്. ഞാൻ ആദ്യമായിട്ട് കട്ടിൽ ഉണ്ടാക്കാൻ പഠിച്ചത്, അതായത് ആശാരിപ്പണി പഠിച്ചത് ഒരു സാധനം ഇതാണ്, കൊത്തുപണി. ഞാനൊരു ഫർണിച്ചർ ഷോപ്പ് നടത്തിയപ്പോൾ അവിടെ വർക്കിന് വന്ന കൊത്തുപണി എടുക്കുന്ന അയാളടുത്തുനിന്ന് അതിന്റെ ടൂൾസ് വാങ്ങി എന്നിട്ട് ചെയ്ത വർക്കാണിത്. ആദ്യത്തേതും അവസാനത്തേതും. പിന്നീട് ഈ കട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല, ആദ്യത്തെ കട്ടിലാണിത്. അപ്പോൾ ഈ കട്ടിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഇത് ഏകദേശം നല്ലൊരു അന്നത്തെ റേറ്റ് ഏകദേശം ഒരു 20 വർഷമായി ഈ കട്ടിൽ ഉണ്ടാക്കിയിട്ട്. ഒരു 20 വർഷത്തെ പഴക്കമുണ്ട്. എന്നിട്ട് ഈ കണ്ടീഷനിലുണ്ട്. അപ്പൊ നമുക്ക് ചെതല് തിന്ന ഒരു പ്രശ്നമല്ലാതെ വേറെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ചെതല് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കൂടി തിന്നുന്ന ഒരു ചെതലുണ്ടല്ലോ, അത് നമ്മളെ കാണൂല. അത് ഞെക്കി നോക്കിയാൽ അറിയാം അതിന്റെ ഉള്ളിൽ സാധനം കയറിയിട്ടുണ്ടാവും. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഡാമേജ് വന്നു എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചാല് നമുക്ക് ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ കഴിയും. അതിന് പ്രത്യേകിച്ച് എവിടെയും പോയി പഠിക്കുകയും പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട. ഇതിനുള്ള ടൂൾസുകൾ വാങ്ങുക, എന്നിട്ട് അതിന്റെ സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നല്ല ലാഭത്തിൽ, ഏകദേശം അന്നത്തെ റേറ്റിൽ എനിക്ക് ഏകദേശം ഒരു 15,000 ഉറുപ്പ്യ റേറ്റിൽ, ഒരു 15,000 ഉറുപ്പ്യന്റെ അടുത്ത് ഈ സാധനത്തിന് അന്ന് സെയിൽ ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ വലിപ്പം അത്രയുണ്ട്, കൊത്തുപണികൾ അത്രയുണ്ട്, അത്രയും ചെയ്യാൻ പറ്റും.
അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അതെങ്ങനെ നമുക്ക് ലാഭത്തിൽ ചെയ്യാന്നുള്ളത്. എങ്ങനെ ഇതും അതുകൂടി അപ്പുറത്തെ അലമാരയും ഈ അലമാരയും കൂടി നമുക്ക് ആകെ 20,000 ഉറുപ്പ്യയിൽ ചോടെ നമുക്ക് വില വന്നിട്ടുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ 1, 2, 3, 4 നമ്മൾ സിംഗിൾ അലമാര വാങ്ങുന്ന ഇപ്പൊ 4 അലമാരയായി. 1 ഇത്, 2 അപ്പുറത്തുള്ള 2, അങ്ങനെ 4 അലമാരകൾ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസുകൾ അടുത്ത വീഡിയോയിലും കാണിച്ചു തരാം.